എന്നിട്ടൊന്ന് കുളിക്കണമെന്നല്ല, കുളിപ്പിക്കണം. ഇപ്പൊ എനിക്ക് മനസ്സിലായിരുന്നു രാവത്ത് വന്നാൽ ഞാനേ ഉണ്ടാവുള്ളൂ എന്നുള്ളത്. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ കുറേ ദിവസമായി നമ്മളൊരു ഡേ ഇൻ ലൈഫ് ഒക്കെ ചെയ്യാത്തത്. ഡേ ഇൻ ലൈഫ് എന്നുള്ള രീതിയിൽ വീഡിയോ ചെയ്യാറില്ല. കാരണം അറിയാലോ, ഒന്നാമത്തെ ഇവക്ക് ഈ പരിക്ക് പറ്റിയതിന് ശേഷം ഇപ്പോഴും തന്നെയാണത് കംപ്ലീറ്റ് എൻ്റെ തലയിലാണല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഒക്കെ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ്. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പം 1 മാസം ആവണമെങ്കിൽ 8-ാം തീയതി ആയാൽ 1 മാസമായി. ഇപ്പോൾ ഇങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ കുറച്ച് 7-ാം തീയതി 8-ാം തീയതി ആകുമ്പോൾ ഡോക്ടറെ കാണിക്കണം. ഇനിയിപ്പോൾ എന്താ പറയാന്ന് അറിഞ്ഞൂടാ. പിന്നെ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഇത് ഇടത്തെ കൈയിലായിരുന്നു അല്ലെ വലത്തെ കൈയിലാണ് വീഡിയോ? വലത്തെ കൈ ആണ്. അത് ഇതിൽ ചില സമയത്ത് നിങ്ങൾ വീഡിയോ സെൽഫി വീഡിയോ ആകുന്ന സമയത്ത് നിങ്ങൾ ഇത് കാണും, മിററായിട്ട് കാണാം, അത് മാറിപ്പോകും. പിന്നെ ദേവ് വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഈ ശനിയാഴ്ച ലീവായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്. ഇന്നലെ ലീവായിരുന്നു. അപ്പോൾ മെഞ്ഞാന്ന് രാത്രി വന്നാൽ ഇനിയിപ്പോൾ നാളെ രാവിലെ പോവും. അപ്പോൾ ഇനി കുറേ ദിവസമായില്ലേ ഇതിൻ്റെ അപ്ഡേഷൻസും കയ്യിൻ്റെ ഒക്കെ എല്ലാവരോടും പറയണം എന്നിങ്ങനെ വിചാരിക്കുന്നത്. ഒറ്റയ്ക്ക് എനിക്ക് ഒന്നും എടുക്കാൻ പറ്റുകയില്ല, ഒന്നും എഡിറ്റ് ചെയ്യാനൊന്നും. ഷോൾഡർ അനക്കാൻ പാടില്ല. ശരിക്ക് അന്ന് നമ്മള് കല്യാണത്തിന് ജസ്റ്റ് ഒന്ന് ഈ ബെൽറ്റ് ഒന്ന് ഊരിയിട്ട് എടുത്തിട്ടേ ഉള്ളൂ. അപ്പൊ അതിന് തന്നെ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബെൽറ്റ് ഊരാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു ആഗ്രഹമല്ലേ, കുറെ ദിവസത്തെ ശ്രമം കൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം. ഡ്രസ്സും കാര്യമൊക്കെ എടുത്ത് നമ്മള് കല്യാണത്തിനൊക്കെ എത്തുന്ന സമയത്താണല്ലോ വീണത്. അപ്പൊ പിന്നെ എന്തായാലും ആഗ്രഹം നടക്കട്ടെ എന്ന് വെച്ചിട്ട് തൽക്കാലം വേദനയും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചതാണ്. പക്ഷെ പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാം എൻ്റെ തലയിലാണ്, ഇപ്പോഴും എൻ്റെ തലയിലാണ്. അപ്പോൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കണം. ഇപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോയും കാര്യമൊന്നും ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നില്ല ശരിക്കും. അതാണ് പിന്നെ കല്യാണത്തിൻ്റെ കുറച്ച് വീഡിയോസ് മാത്രമായിട്ട് ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ എഡിറ്റ് തൽക്കാലം ചെറുതായിട്ടൊക്കെ ഞാനിങ്ങനെ ചെയ്യുമെങ്കിലും കാര്യങ്ങൾ എന്നാലും ബാക്കി സഹിച്ചിട്ട് തന്നെ ചെയ്യണം. അതെ, ഇപ്പം അങ്ങനെയുള്ള ഞായറാഴ്ച ആയതുകൊണ്ട് ഇപ്പം മക്കൾസും ഒക്കെ എല്ലാവരും ഉണ്ട് ഇവിടെ. അപ്പൊ ഇന്നത്തെ ഡേ ഇൻ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സജീഷേറിന് ഇപ്പം റെസ്റ്റില്ലാത്ത ദിവസങ്ങളാട്ടോ, എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ഇന്നലെ ദോശയ്ക്ക് വേണ്ടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സാമ്പാർ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. കഷ്ണങ്ങളൊക്കെ മുറിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഞായറാഴ്ചേനെ കൊണ്ട് എല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ എല്ലാം വേണമല്ലോ. ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ചേ. അപ്പോൾ ഉള്ളത് മസാല ദോശയാണ്. മസാല ദോശ നമുക്കെല്ലാം കണക്കന്നെ. ഗ്യാപ്പുകളൊന്നും ഇല്ലാന്നില്ലല്ലോ ഗംഗാധര. അതൊന്നും കുഴപ്പമൊന്നുമില്ല. അതെല്ലാം അത് കുറച്ച് ചൂടിൽ വയ്ക്കണ്ട. എണ്ണ ആക്കി ആദ്യം, കുഴപ്പമില്ല. മസാല ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, അത് സൂപ്പറാണ്. ഇല്ലേ, കുറച്ച് മസാല മതി. തിന്നോ വെറുതെ മസാല ദോശ എന്ന് പറയുക. 2 ദിവസത്തെ ലീവിന് വന്നാണെങ്കിലും ദേവുവിന് ഒരുപാട് എഴുതാനുണ്ട്. അപ്പോൾ അനിയനെയും കൂട്ടിയിട്ട് കഷ്ടപ്പെട്ട് 2 കൂടി ഇരുന്ന് എഴുതുന്നുണ്ട് കേട്ടോ. പിന്നെ സിദ്ധു ഇതാ ഈ സൈഡിലിരുന്ന് പഠിക്കുന്നുണ്ടേ. പിന്നെ എല്ലാവരും ചായ കുടിച്ചതിന് ശേഷം പിന്നെ ഞാനും സജീഷറിനും കൂടിയും ചായ കുടിച്ചിട്ടോ. പിന്നെ ഈ ദോശയും ചപ്പാത്തി പൊറാട്ട ഇതൊക്കെ ആകുമ്പോൾ ഞാൻ എടുത്തേ കൈ കൊണ്ട് ജസ്റ്റ് അങ്ങ് കഴിക്കും കേട്ടോ. കാരണം ഒരാളിങ്ങനെ വാരി തരാൻ നിൽക്കുമ്പോൾ അത്രയും നേരം സജീഷറിന് ഫുഡ് കഴിക്കാണ്ട് നിൽക്കണ്ടേ. അപ്പോൾ ഞാൻ ചിലതൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ കഴിക്കലുണ്ടേ. സത്യത്തിൽ ഇത് എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥ കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെയുള്ളത് കൈയിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളത്. ഇതിപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ മുടി തന്നെ ഇപ്പം അയച്ച് ഇനിയിപ്പോൾ ഇത് കെട്ടണമെങ്കിൽ ഒരാളെ വിളിക്കണം. സൈഷേട്ടൻ തന്നെ, വേറെ ആരുമില്ല. ഇപ്പോൾ ദേവും കൂടി ഇവിടെ വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ഓള് നാളെ രാവിലെ പോവും. പിന്നെ കഷ്ടപ്പാട് തന്നെയാണ്. സൈഷേട്ടൻ തന്നെയാണ് ഇപ്പം മീൻ മുറിക്കുന്നുണ്ട് കേട്ടോ. കറിയാക്കി എന്നതിന് ശേഷം ഉണ്ട് ഇപ്പം മീൻ മുറിക്കുന്നത്. പിന്നെ കുറേ ദിവസമായിട്ട് ഇവിടെ അടിച്ചു വാരി തുടയ്ക്കലില്ല, ജസ്റ്റ് അടിച്ചു വാരിയിടും. അപ്പോൾ ഇന്നിനിപ്പോൾ തുടയ്ക്കണം എന്ന് പറയുന്നുണ്ട്. ഞായറാഴ്ച അതിനെ കൊണ്ട് ഇപ്പം ഇനി മീൻ മുറിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം.
ഇത്രയും പാത്രങ്ങൾ കഴുകാണ്ട് സാമ്പാർ പൊടി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഭീകരമായ കുറച്ച് പരിപാടികളുള്ളതിലാണ്. എന്തൊക്കെ ഇതാണ് മത്തിയാ കിട്ടിയ മത്തിയാണ്, കുഞ്ഞു മത്തി. കൈയൊടിഞ്ഞ് കിടക്കുകയാണെങ്കിലും ആഗ്രഹങ്ങൾ പറയും. മുളകിട്ട് വെക്കണം, മീൻ പൊരിക്കണം. നമ്മള് സാധനം കഴിക്കാണ്ടിരിക്കാൻ പറ്റൂലോ. എന്തായാലും ഇതൊക്കെ പുറത്തുനിന്ന് വാങ്ങിയാൽ പോലെ ഞാൻ ചോദിക്കും. പക്ഷെ അതൊരു സുഖമില്ല. നമുക്ക് നമ്മളെ ടേസ്റ്റിനനുസരിച്ച് പുറത്തുനിന്ന് വാങ്ങിയാൽ നടക്കൂല. ഒരു മാസം പുറത്തുനിന്ന് വാങ്ങേണ്ട അവസ്ഥയാവുകയില്ലേ? ഇല്ലാണ്ട് എന്താ പിന്നെ ഞാൻ ഉള്ളോണ്ട് പിന്നെ തപ്പിച്ചങ്ങ് പോട്ടെ. അല്ല അതെങ്ങനെ സൂചിപ്പിക്കലാണ് ഇപ്പൊ കംപ്ലീറ്റ് സൂചിപ്പിക്കൽ തന്നെയാണ്. ഒരു കൈ അങ്ങോട്ട് കടഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം ഒരു കയ്യിലാണ് ഫോണ് വിളിക്കുന്നത്. അപ്പൊ ഈ കൈ ഇങ്ങനെ പിടിക്കാന്ന് വെച്ചാലേ ഭയങ്കര കടച്ചിലാട്ടോ ഒരു കൈ കൊണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ വീഡിയോ എടുക്കാനും എല്ലാത്തിനൊക്കെ മടി. ഇപ്പൊ നമ്മളെ അവസ്ഥകളൊക്കെ കുറച്ച് കഷ്ടപ്പാടാണ്. എന്നാലും നോക്കിക്ക അത് വേണ്ട ഇത് വേണ്ടെന്ന് ഓർഡർ ഇടുക. പക്ഷെ നല്ല വേദനകൾ ഇപ്പോഴും ഉണ്ട്. ഞാൻ മീൻ വാങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീൻ വാങ്ങിക്കുമ്പോ മത്തി നമുക്ക് കുറച്ച് പൊരിക്ക, കുറച്ച് കുരുമുളക് ഇട്ടിട പറയുന്നത് എന്താ അല്ലേ? പാവം ഉണ്ടാവൂലേ? നീ കയ്യല്ലേ ഒടിഞ്ഞിട്ടുള്ളൂ. എന്റെ വയറിന് ഒരു പ്രശ്നമില്ലല്ലോ. പിന്നെ കുഞ്ഞു ദേവും കൂടി പാവാട്ടോ പനിയാ. പിന്നെ നോട്ട് ചെയ്തുന്നുണ്ട് കേട്ടോ ദേവും കുഞ്ഞുമല്ലോ. കുറേ നോട്ട് ചെയ്താനുണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ കുറേ പണികളുണ്ട് ഇവിടെ. ആഗ്രഹം പോലെ തന്നെ മത്തി പിടിച്ചിട്ടുണ്ട്, അഴിഞ്ഞ വീണ കാർപ്പൂന്തലൊന്ന് കെട്ടണം. നമുക്ക് ചെയ്യാം. ഇതൊന്ന് സൈഡാകട്ടെ. എന്നിട്ട് മതിയില്ലേ? എല്ലാം ഒരു ക്രമതെറ്റി കളിക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. എല്ലാ ദിവസവും വൈകുന്നേരം ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ചൂലെടുത്തിട്ട് അടിച്ചു വാരും കേട്ടോ. അപ്പോൾ ഉള്ളൊന്നും നമ്മളെ കട്ടിലിൻ്റെ അടിയിലൊന്നും അടിച്ചു വാരാൻ പറ്റൂലല്ലോ. അപ്പോൾ ഞായറാഴ്ചയെ കൊണ്ട് തന്നെ ഇന്നൊന്ന് വിശദീകരിച്ചിട്ട് അടിച്ചു വാരുക കേട്ടോ. നല്ലോണം പൊടി ഉണ്ടാവും റോഡിൻ്റെ അടുത്തായതിനെ കൊണ്ട്. അപ്പോൾ ഞാൻ എനിക്കാവുന്ന പോലെ ചിലപ്പോൾ ഞാൻ നോക്കലുണ്ട് ഇടത്തേ കൈ കൊണ്ട് ചൂലെടുത്തിട്ടൊന്ന് അടിച്ചൊക്കെ വാരാൻ. പക്ഷേ കൈ എങ്ങോട്ടോ പോകട്ടോ. നമ്മൾ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കൽ നമ്മളെ വലത്തേ കൈക്കല്ലേ എന്ത് ജോലി ചെയ്യുമ്പോഴും. അതുകൊണ്ട് തന്നെ ഇടത്തേ കൈ അങ്ങോട്ട് ശരിയാവില്ല. ഞാൻ ഓരോ മുക്കിലും മൂലയിലും ഇങ്ങനെ പോയി നിൽക്കുന്നുണ്ട്. ഈ അഴിച്ചിട്ട മുടിയൊന്ന് കെട്ടണമെന്നുണ്ട് കേട്ടോ. ഒന്നിനും പറ്റാത്തതിനെ കൊണ്ട് അങ്ങനെ തന്നെ നടക്കുക. പിന്നെ ചോറിൻ്റെ സമയത്ത് സാമ്പാറും അതേപോലെ മത്തി മുളകിട്ട കറി ഉണ്ടായിരുന്നു, മത്തി പൊരിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ കയ്പ്പ കൊണ്ടാട്ടുണ്ടായിരുന്നു. ദേവും കൂടെ ഉള്ളതിനെ കൊണ്ട് മീൻകറി ഓക്ക് ഭയങ്കര ഇഷ്ടമാണിപ്പോൾ. കാരണം ഹോസ്റ്റലിൽ ഈ സാധനങ്ങളൊന്നും കിട്ടൂല കേട്ടോ. അപ്പോൾ ഹോസ്റ്റലിലെ ഫുഡ് ഓളങ്ങോട്ട് സെറ്റായി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ വീട്ടിലെത്തിയിട്ട് ചമ്മന്തിയും ചോറും എന്തായാലും കുഴപ്പമില്ല, എന്തും കഴിക്കാന്നുള്ള അവസ്ഥയാണ്. പിന്നെ ഓല് കഴിച്ചതിന് ശേഷം ഞാളിരുന്നത് ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും കൂടി ഇരുന്നിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ രണ്ടാളും ഒരുപാട് ലേറ്റാവും. ഒരാൾക്ക് വാരി തരണമല്ലോ. അപ്പോൾ ഇനി എനിക്ക് കുളിക്കണം. എല്ലാം സഹിച്ചേടം തന്നെയാണ് കേട്ടോ ചെയ്ത്. ഇത്രയും പണിയെല്ലാം ചെയ്ത് എൻ്റെ കുളിയെല്ലാം ഏകദേശം കഴിഞ്ഞ് എല്ലാം കൂടി സമയം ഒരുപാട് ലേറ്റായി. 4 മണിയായി എല്ലാം കഴിഞ്ഞ്. നമുക്ക് കുളിയെല്ലാം കഴിഞ്ഞ് ഇപ്പോഴത്തെ വരുത്തി എത്തിയിട്ടുണ്ട്. ഇതിനിപ്പോൾ ഇതാ ഇനി ഇവിടെ നീരാട്ട് വലിയ കാര്യത്തിൽ തോർത്തെല്ലാം എടുത്ത് പോകുന്നുണ്ട്. ഇതിപ്പോ ഞാൻ തന്നെ പോണോ? അതിനും ഇതൊന്നും ഊരണ്ട. ഇതിങ്ങനെ ബെൽറ്റ് ഊരി ഇനി ഇത് 2 കൈയിൻ്റെ പൊടിയുണ്ട്. അതും കൂടി കഴിച്ച് ഊരിയിട്ട് വേണം ഇനി ഒന്ന് കുളിപ്പിക്കലും ചെയ്യണം. ഭയങ്കര എന്താ പറയുക ഊരി കഴിഞ്ഞാൽ ഇതുമ്പോൾ ഇങ്ങനെ അയച്ചിടുമ്പോൾ ഭയങ്കര വേദന. അപ്പം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അത് ഒന്നാമത് കുറേ നേരം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കാ ഇത് വരും. ഇതാക്കാനാവില്ല. എന്തെങ്കിലും വേദന വരും. ഇതും ഇവിടെ ഊരണം എന്നിട്ടൊന്ന് കുളിക്കണം. എന്നിട്ടൊന്ന് കുളിക്കണം കുളിപ്പിക്കണം. അതാണ് കുളിപ്പിക്കണം. ഇതാണ് ഇനിയിപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ പരിപാടികളാണ്. എൻ്റെ ഞായറാഴ്ച ഇങ്ങനെയാണ്. ഞാൻ എത്ര പൊന്നു പോലെ ഞാൻ പൊന്നു പോലെ ഇടക്കിടക്ക് വരക്കും. എത്ര കുളിപ്പിച്ചെന്ന് എന്തായാലും ഇത് പക്ഷെ ഇങ്ങനെയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതിനിപ്പോ ഞാൻ ഉയർത്തെഴുന്നേറ്റ് വരും.
പൂർവാധിക ശക്തിയോടെ. അപ്പൊ അതൊക്കെയാണ് ഇനിയിപ്പോ കുളിയെല്ലാം കഴിഞ്ഞിട്ടുള്ള പരിപാടി നോക്കണം. 100,000 പരിപാടി ഉണ്ട്. എന്നാൽ ദേവു കേൾക്കുന്നുണ്ടാവില്ല ചിലപ്പോ. വണ്ടിയൊക്കെ പോകുന്നുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് ഫുള്ള് വണ്ടീൻ്റെ സൗണ്ട് ഉണ്ടാവും. അപ്പൊ ഞാൻ പറയുന്ന പിന്നെ ഒരു ഓട്ടോ പോയി. അപ്പോൾ ഇങ്ങനെ സൗണ്ടും കാര്യങ്ങളും ഇടയ്ക്ക് ഇങ്ങനത്തെ ഓരോ സൗണ്ടും കാര്യങ്ങളും വരും. നോക്കണ്ട. ഇപ്പൊ ദേവു കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച വന്നിട്ടുണ്ട്. ഇപ്പൊ ഓള് നാളെ രാവിലെ പുലർച്ചെ പോകും. ഒരു 3:50 ട്രെയിനിന് പോകാന്നുള്ള വിചാരിക്കാൻ. അപ്പൊ ഇന്ന് രാവിലെ എണീക്കേണ്ടി വരും. അതുമായി മൊത്തം പണിയാണ്. പിന്നെയും പോകുന്നവരെയുള്ള അതിന്റെ ഒരു മടിയും കാര്യമെല്ലാം ഉണ്ടാവില്ല. അതിന്റെ ഒരു പ്രശ്നവും കാര്യമെല്ലാം ഉണ്ട്. എന്തായാലും ആ പരിപാടി ഇതാണ് ഇപ്പൊ ഉള്ള ഡെയിലി പരിപാടികൾ. അപ്പൊ അതൊന്ന് അല്ലേ. അപ്പോൾ കുളി കഴിഞ്ഞ് ഇനി ബെൽറ്റ് ഇടണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും നിങ്ങളെയും കൂടിയും കാണിച്ചു തരുന്നത് എങ്ങനെയാണ് ഇടുന്നതെന്ന്. വീട്ടിലൊരു പണിയാണ്. ചിലപ്പോ ആർക്കും തിരിയൂല. എന്നാൾ കുഞ്ഞു വേഗം ഇട്ട് തന്നിട്ട് കൊയിലാണ്ടി നോക്കി ആകുമ്പോൾ മേലൊക്കെ കഴുകി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്നും ഇടാൻ പറ്റൂല. ലോക്ക് ചെയ്ത് വെക്കണം. രണ്ട് സൈഡിലായിട്ട് ലോക്ക് ചെയ്ത് ഒരു മാസമായിട്ട് ഇപ്പൊ അതെങ്ങനെ ലോക്ക് ചെയ്തുകൊണ്ടാണുള്ളത്. ഇതാണ് പാടും രാഗം താനം പല്ലവി സാധകം മറന്നതിൽ തേടും മുഖം നീലാംബരി വീണയിൽ ഇഴപഴകിയ വേളയിൽ ഓമനി അതിശയ സ്വര